കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അണ്ണൻ രജനീകാന്ത് DMKക്കാണ് ആൾക്ക് ഇത്തിരി ഫേവർ. പിന്നെ വിജയായിട്ട് അദ്ദേഹത്തിന് ചെറിയ ഒരു ഇതുണ്ടല്ലോ, കിട്ടിയ ചാൻസിലൊക്കെ വിജയനെ പരമാവധി പണിയും. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, സ്റ്റേജ് പല പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിക്കഥകള്, കാക്ക കഴുക് സ്റ്റോറി, ലാസ്റ്റ് ഇയർ വിജയന് റിപ്ലൈ പറഞ്ഞത്. മൊത്തം ചാൻസ് കിട്ടുന്ന സമയത്തൊക്കെ മറ്റേ രജനീകാന്ത് വിജയനൊന്ന് താങ്ങാറുണ്ട്. അപ്പോ മറ്റേ ആദ്യം പബ്ലിക് ആയിട്ടിരുന്നപ്പോ കഴിഞ്ഞ മാസത്തിലെ മറ്റേ DMK പരിപാടിയിലൊക്കെ അദ്ദേഹം സന്നിധനായിരുന്നു. ഉള്ളിക്കുള്ള വിജയ് വരുന്നത് തമിഴ്നാട് എന്താ പറയാ സിനിമ സ്റ്റാർസിന്റെ ഇടയിൽ തന്നെ നല്ല അസൂയുണ്ട്. അസൂയ, കുശിമ്പ്, കുനിഷ്ഠ ഇത് തന്നെയാണ് മെയിൻ. അതെല്ലാം അവിടെ ഉണ്ടാകുമല്ലോ. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഉണ്ടാവും. പ്രത്യേകിച്ച് മലയാളികളും തമിഴ്മാരുടെ ഇടയിലൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരൻ്റെ ഇടയിൽ. അതായത് മറ്റൊന്നുമല്ല, തമിഴിലെ പ്രധാനപ്പെട്ട നടന്മാര് കംപ്ലീറ്റ് എന്താണ് ഒരുവിധം ആളുകളെല്ലാം രാഷ്ട്രീയം പയറ്റി നോക്കിയതാണ്. പക്ഷെ അവിടെയൊന്നും വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിള്, കമലഹാസൻ, T. രാജേന്ദ്രൻ, ശരത് കുമാർ എക്സെട്ര. അതുപോലെ തന്നെ നമ്മുടെ രജനീകാന്ത് വരും പറഞ്ഞ് അങ്ങനെ വരണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നു. അദ്ദേഹം അവസാന വാക്ക് പറയില്ലല്ലോ, കൃത്യമായൊരു ധാരണയുമില്ല. പിന്നെ ഇതില് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ജയലളിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരാരും ആരും അത് വേറെ കാര്യം. ഇപ്പൊ രജനി ആണെങ്കിലും കമലാണെങ്കിലും വിജയ് ആണെങ്കിലും ജയലളിത ഇപ്പൊ ജീവനോടെ ഉണ്ട് പറഞ്ഞപ്പോ വാലിഞ്ചുരുട്ടി മൂന്നും കൂടി അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അന്നയും കഴിഞ്ഞാൽ അടിയെ മറ്റേ മൂർഖന്റെ തലയിട്ടായിരിക്കും പറയില്ലേ, അതുപോലെ ആയിരിക്കും അടി. പിന്നെ അവിടെ നിന്ന് എണീക്കില്ല. അമ്മ കൊണ്ട് കരയണം, ഒരു 50 പ്രാവശ്യം നിലവിളിച്ചാൽ മാത്രമേ അമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുള്ളൂ. അതാണ് തമിഴ്നാട് രാഷ്ട്രീയം. ഇപ്പൊ ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഡമ്മിയാണല്ലോ പളനിസ്വാമി എന്ന് പറയുന്നത്. പിന്നെ കരുണാനിധിയും പോയി. അപ്പൊ തമിഴ്നാട് രാഷ്ട്രീയത്തിലൊരു ശൂന്യതയാണ്. ആ ഗ്യാപ്പിന് രജനീകാന്തിനെ വരും പറഞ്ഞു. പിന്നെ രജനീകാന്തിന്റെ ആരോഗ്യം അങ്ങോട്ട് അനുവദിക്കുന്നില്ല. ആൾക്ക് നല്ല മുഖ്യമന്ത്രിയാണെന്ന് നല്ലൊരു കണ്ണുള്ള ആളാണ് രജനീകാന്ത്. പക്ഷെ ആരോഗ്യം അനുവദിക്കണമല്ലോ. ഒരു ഭാഗത്ത് ആഗ്രഹം മാത്രം പോരല്ലോ. അവിടെയാണ് വിജയ് എന്ന് പറയുന്ന താരത്തിന്റെ അടുത്ത് കൂടുതൽ അസൂയ വരുന്നത്. വിജയന്റെ പ്രായം എന്ന് പറയുന്നത് വളരെ കമ്മിയാണ്, 50-51 വയസ്സായിട്ടുള്ളൂ അല്ലേ. പിന്നെ ആള് നല്ല എനർജറ്റിക്കുമാണ്. പിന്നെ അദ്ദേഹം സിനിമയിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് പോയിന്റിലാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്.